അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം നമ്മൾ തൂക്കിയിട്ടുണ്ടല്ലേ മക്കളെ? അടിപൊളിയായിട്ട് നമ്മൾ തൂക്കിയിട്ടുണ്ട്. എല്ലാവരും ഓണപരീക്ഷ പേടിച്ചാണ് പോയത്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് അനുകൂലമായിട്ടാണ് ക്രിസ്മസ് പരീക്ഷ വന്നിട്ടുള്ളത്. ചില ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറെ പേര് നമുക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട്, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ വന്നു, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതറിഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ ഹാപ്പിയാണ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സർ, നമ്മൾ ഇന്ന് എന്തും കൊണ്ടാണ് വന്നിട്ടുള്ളത്? ടീച്ചേഴ്സ് റിപ്പോർട്ട് കാർഡും കൊണ്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ സ്റ്റുഡൻസ് ആണ് അങ്ങനെ ചെയ്യുക അല്ലേ? ഇപ്പൊ നമ്മളാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം, ഞങ്ങൾ എവിടെയൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങൾ വന്നു, അതുപോലെ പഠിപ്പിക്കാത്ത എന്തൊക്കെ കാര്യങ്ങൾ വന്നു എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ആൻസേഴ്സും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണുക, കാരണം നമ്മൾ ഷഫിൾഡ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഓർഡർ കറക്റ്റ് അല്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് അതിന്റെ ആൻസർ പറഞ്ഞു തന്നിട്ടപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ആവുന്നില്ല. എടുത്തതും എടുക്കാത്തതും ഒക്കെ നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്തിയിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ചില പോർഷൻസ് ഉണ്ടായിരിക്കും, അപ്പൊ അതിടയിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക, ഇന്ന് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ആണ്, പെട്ടെന്ന് തീരും. അതെ, അതുപോലെ തന്നെ വേറെ സബ്ജക്ട്സും ഇതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആ സബ്ജക്ട്സും തൂക്കണമെങ്കിൽ നമ്മുടെ ചാനലിൽ വരുന്ന ആ ഒരു ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാൻ അടിപൊളിയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ SSLCയുടെ ക്രാഷ്, അതെ, അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. ബാച്ച് സ്റ്റുഡൻസിന് 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഇനി വേറൊരു സന്തോഷ വാർത്ത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫീസ് കൊടുക്കാണ്ടും ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ എന്തായാലും 10ാം ക്ലാസ് ഒക്കെ ഫുൾ A+ വാങ്ങിയിട്ട് നേരെ പോയിട്ട് ജോയിൻ ചെയ്യുമല്ലോ +1 ആ ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് അതായിരിക്കും. കാരണം ഇപ്പൊ എന്തായാലും SSLC നമ്മുടെ 10 കഴിയാനായി. അപ്പൊ ഇനി 10ാം ക്ലാസ്സിലേക്കായിട്ട് നിങ്ങൾ ലക്ഷ്യ ബാച്ചിലോട്ടൊന്നും ജോയിൻ ചെയ്യാൻ നിൽക്കേണ്ട. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ +1ലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി ഇവിടെയും കൂടെ സെറ്റ് ആക്കാം. അതിനൊപ്പം തന്നെ ഫസ്റ്റ് വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്കും നമ്മുടെ ബുക്ക് സെറ്റ് ഒക്കെ ഉണ്ട് മക്കളെ. അപ്പൊ ആദ്യം ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബുക്ക് സെറ്റും കൂടെ ഉണ്ട്. അപ്പൊ വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുക. യെസ്, നമുക്ക് വേഗം കുറെ വളവള ഇല്ല കേട്ടോ ഇന്ന്. യെസ്, നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വന്നത് നമ്മുടെ അറിയാം നമുക്ക് പാസേജ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ തന്നിട്ടുള്ളത് ഏത് ചാപ്റ്ററിലാണ് സാറിന്റെ ചാപ്റ്ററിലാണ്? നമ്മുടെ പീസ് ഓഫ് സ്ട്രിംഗിലെ ഹോച്ചിക്കോമിന്റെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പാസേജിൽ നിന്നും ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അങ്ങനെ തന്നെ പോയപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ എന്താ, വാസ് ഹോച്ചിക്കോം വാക്കിംഗ് ടു വെൻ ഹി നോട്ടീസ് ദ സ്ട്രിംഗ് ഓൺ ഗ്രൗണ്ട്. എങ്ങോട്ടായിരുന്നു അയാൾ പോയിക്കൊണ്ടിരുന്നത്? ഒരു പബ്ലിക് സ്ക്വയറിലേക്ക് പോവുകയായിരുന്നു. അന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെയോ Why did Hochicom feel ashamed when he saw Melantine? മെലന്റൈനെ കണ്ടപ്പോഴെന്താ അയാൾ നാണക്കേടായിട്ട് തോന്നിയത്? മെലന്റൈൻ അയാളുടെ ശത്രുവാണ് അല്ലേ. അത് മാത്രമല്ല ഇയാൾ ഒരു പീസ് ഓഫ് സ്ട്രിങ് നിലത്ത് നിന്ന് എടുക്കുന്നത് മെലന്റൈൻ കണ്ടു. അതാണ് പ്രധാനമായിട്ടും ഇയാൾക്ക് നാണക്കേട് ഉണ്ടാക്കിയ കാരണം. What did Hochicom do with the piece of string he found? എന്താ ചെയ്തത് നമുക്ക് വേഗം അറിയാം. ഇയാൾ എന്തോ സാധനം നിലത്തുനിന്ന് കിട്ടി, അത് ഉടനെ ചുറ്റിയിട്ട് പോക്കറ്റിൽ ഇടുക ചെയ്തത്. അതുകൊണ്ടാണല്ലോ മെലന്റൈൻ പറഞ്ഞത് എന്തോ പോക്കറ്റിൽ ഇടുന്നത് കണ്ടു, ഞാൻ കണ്ടു. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Then എത്രയാണ്? The weather was favorable for the green things. What does the ഗ്രീൻ തിങ് റെഫർ? ഗ്രീൻ തിങ് എന്താ റെഫർ ചെയ്യുന്നത്? വീറ്റ് അല്ലാത്ത കൃഷി സാധനങ്ങൾ അല്ലേ, അതായത് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ, ആ കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതേ മോഡലിൽ വീണ്ടും വന്നിട്ടുണ്ടല്ലോ സർ. അതായത് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കുന്നു, പിന്നെ അവരുടെ അടുത്ത് വീണ്ടും ചോദിക്കുന്ന ആ ആൻസർ പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വീണ്ടും ഓപ്ഷൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാര്യം നാളെ നിങ്ങൾ PSC പരീക്ഷ UPSC എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറാക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ട്രിക്കിയാണ്, പക്ഷേ ഒന്ന് നമ്മൾ എഫേർട്ട് എടുത്താൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. നോക്കൂ, സ്റ്റഡി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഹോച്ചിക്കോം വാസ് ഇൻ എ ക്രൗഡഡ് പബ്ലിക് സ്ക്വയർ. ശരിയായ ഉത്തരമാണ്. അത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ പെസന്റ് വർ ഡിസ്കസിംഗ് വെദർ ആൻഡ് ക്രോപ്സ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഹോച്ചിക്കോം വാസ് ഹാവിംഗ് എ ഫ്രണ്ട്ലി കോൺവെർസേഷൻ വിത്ത് മെലന്റൈൻ. അല്ല, തെറ്റാണ്. അവർ നല്ല ടേംസിലല്ല. ഫോർത്ത് വൺ, ദ ടാവൺ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം 1, 2, 4 ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. അത് മാത്രം എ ആണ് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രാമറിലെ പോർഷൻ ആയിരുന്നു. നൗൺ ഫ്രേസും വെർബ് ഫ്രേസും മിസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന് ഒരു ഫോട്ടോ നമ്മൾ വെച്ചില്ല അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ എടുത്തിട്ടുള്ള ആ ഒരു ലൈവ് കണ്ടു കഴിഞ്ഞാൽ, മോർണിംഗ് ബൂസ്റ്റർ കണ്ടാലും നമ്മുടെ അല്ലാതെയുള്ള ലൈവ് കണ്ടാലും നമ്മുടെ മെഗാ മാരത്തോൺ കണ്ടാലും ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. നൗൺ ഫ്രേസും വെർബ് ഫ്രേസും മിസ് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് കണ്ടിട്ടില്ല, ആ ലൈവ് കണ്ടിട്ടുള്ള മക്കൾ ഒന്ന് കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയോ എന്നുള്ള കാര്യം പറയാം. ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ആൻസർ നോക്കി. നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ an appetizing order of roast meat. ഇവിടം വരെ നൗൺ ഫ്രേസ് ആണ്. ബാക്കി റോസ്റ്റ് ഫ്രം ദ ഹെർത്ത് എന്ന് പറയുന്നത് വെർബ് ഫ്രേസ് ആണ്. ഓക്കെ, യെസ്. അടുത്ത
ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വേറെ ഷഫിൾഡ് ഓർഡറിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ മിസ് വേഗം ഗ്രാമറിൻ്റെ കാര്യങ്ങൾ പറയാം, അത് കഴിഞ്ഞിട്ട് സാറിന് കൊടുക്കാം. യെസ്, റിപ്പോർട്ട് ചെയ്യാനായിരുന്നു, നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് ആയിരുന്നു. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചും നമ്മൾ പഠിച്ചു പോയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, മേയർ പറയാണ് ഡിഡ് യു പിക്ക് അപ്പ് എ പോക്കറ്റ് ബുക്ക് ഫ്രം ദ റോഡ് ദിസ് മോർണിംഗ്. ഓക്കെ, ഇത് നോക്കിക്കേ, ഇത് എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ് അല്ലെങ്കിൽ നോ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മേയർ ചോദിച്ചു, മേയർ ആസ്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതും. മേയർ ആസ്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതും. എന്നിട്ടോ അപ്പം തന്നെ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഇഫ് ചേർക്കും. ഓക്കെ, ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കും. എന്നിട്ടോ ഇഫ് കഴിഞ്ഞിട്ട് എന്താണ്? ഡിഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിഡ് വരുമ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വരേണ്ടത്? ഹാഡ് പ്ലസ് V3 ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് ഹി ഹാഡ് കേട്ടോ, ഹി മിസ്സായി പോയി അല്ലേ? ഇഫ് ഹി ഹാഡ്, പിന്നെ പിക്ക് അപ്പ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ഇടാം. ഓക്കെ, V3 ഫോമാണ് ഇടുന്നത്, പിക്ഡ് അപ്പ്. ഓക്കെ, പിക്ഡ് അപ്പ്. ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതുന്നു. പിക്ഡ് അപ്പ് പോക്കറ്റ് ബുക്ക് ഫ്രം ദ റോഡ് ദിസ് മോർണിംഗ് എന്ന് പറയുന്നത് എന്താവും? ദാറ്റ് മോർണിംഗ് ആയിട്ട് മാറും. പിന്നെ മറുപടി പറയുമ്പോൾ ഹോച്ചിക്കോം മറുപടി പറയണം. അപ്പോൾ മറുപടി പറയുമ്പോൾ എന്താക്കണം? ഇവിടെ റിപ്ലൈഡ് എന്നുള്ളതാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഹോച്ചിക്കോം റിപ്ലൈഡ് കേട്ടോ, റിപ്ലൈഡ്. എന്നിട്ടോ റിപ്ലൈഡ് നോ. ഓക്കെ, റിപ്ലൈഡ് നെഗറ്റീവ്ലി എന്ന് പറഞ്ഞിട്ട് എഴുതാം. റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് ആഡഡ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായതാണ്. എന്താണ് പറയേണ്ടത്? 2 ഡയലോഗ്സ് വരുമ്പോൾ എന്ത് എഴുതണം എന്നൊക്കെ പഠിപ്പിച്ചതാണ്. ആൻഡ് ആഡഡ് ഹി എന്നായിട്ട് മാറും അല്ലേ? ഈ ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഹി ഹാഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഹി ഹാഡ് ജസ്റ്റ് പിക്ഡ് അപ്പ്. പിന്നെ ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതാം അല്ലേ? ഫോർ മൈസെൽഫ് മാറും, ഹിംസെൽഫ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ചിനുള്ള മാർക്ക് 2 മാർക്സ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിത് അന്നത്തെ ക്ലാസ്സിൽ ഇതാ മിസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ, ഇതൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട മക്കൾക്ക് എന്തായാലും വേഗം തന്നെ കിട്ടിയിട്ടുണ്ടാവും. ദെൻ എന്താണ്? യെസ്, നമ്മുടെ പാസേജിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പ്രിപ്പോസിഷൻ ആണ്. ഓക്കെ, പ്രിപ്പോസിഷൻ വേഗം മിസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഏത് ചാപ്റ്റർ ആണ് സർ? ബേർഡ് വാച്ചിങ്ങിന്റെ. യെസ്, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? ഇറ്റ് ഈസ് നോട്ട് എൻറ്റയർലി ഫ്രം ഹസാർഡ്സ് ആൻസർ വരും. ദെൻ ഇൻ സൗത്ത് ഇന്ത്യ ഫോർ ഇൻസ്റ്റൻസ് വേർ ദർ ആർ എലിഫന്റ് റിഡൻ ജംഗിൾസ്. ദെൻ അടുത്തത് വരുന്നത് യെസ് കം അപ്പോൺ അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ് വരും. ദെൻ സിറ്റുവേഷൻ ബൈ നോ മീൻസ്. ഓക്കെ, ബൈ നോ മീൻസ് വരും. ദെൻ ഈസ് ലിറ്റിൽ ഡേഞ്ചർ ഫ്രം എ വൈൽഡ് എലിഫന്റ് എന്നുള്ളത് വരും. ലാസ്റ്റ് വൺ എ ഫീമെയിൽ വിത്ത് എ സ്മോൾ കാഫ് വരും. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ നമ്മുടെ ലൈവിന് കുത്തിരുന്ന് പഠിച്ചു തന്നെയാണ്. ഓക്കെ, മെഗാ മാരത്തോണും അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്റിനും നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ അനദർ ഡേ ഇൻ പാരഡൈസിൻ്റെ അപ്രീസിയേഷൻ. ഓക്കെ, അപ്രീസിയേഷൻ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് കണ്ടിട്ടുള്ള മക്കൾക്ക് നമ്മൾ ഈ ഒരു അപ്രീസിയേഷനൊക്കെ അടിപൊളിയായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്രീസിയേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ പാരഗ്രാഫ് തിരിക്കേണ്ടത്, എങ്ങനെയാണ് പോയറ്റിക് ഡിവൈസസ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് മിസ് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. യെസ്, പിന്നെ നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് മിസ് വീണ്ടും എടുത്ത് സ്റ്റാർ ഒക്കെ ഇട്ട് പറഞ്ഞു തന്നു. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇത് ഉറപ്പായിട്ട് വരും. ഏറ്റവും യെസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഹോച്ചിക്കോമിന്റെ. യെസ്, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മിസ്സിന് തോന്നുന്നു, മിസ്സിന് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈവ് കണ്ടിട്ടുള്ള മക്കൾക്കാണെങ്കിൽ ഈ ഹോച്ചിക്കോമിന്റെ ക്യാരക്ടർ സ്കെച്ച് നോട്ടും വെച്ചവർ 6 മാർക്ക് പുഷ്പം പോലെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നോട്ടിൽ നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ ആ നോട്ടും കൂടെ എടുത്തിട്ട് പഠിച്ച കുട്ടികൾക്ക് എന്തായാലും ഇതിന് ഫുൾ മാർക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ദെൻ നമ്മുടെ പ്രൊഫൈൽ ആരുടെയാണ് സർ ചോദിച്ചത്? പോൾ ലോറൻസ് ഡൺബർ. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ പ്രൊഫൈൽ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫോമാറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതേണ്ടതാണ്. യെസ്, ഇനി നമ്മുടെ കോൺവെർസേഷൻ കംപ്ലീഷൻ ഇരുന്ന് പഠിച്ചതാണ്. ഇഫ് ക്ലോസ് വേറെ ആയിട്ട് മിസ് എടുത്തു തന്നു. അതുപോലെ തന്നെ യു ഹാഡ് ബെറ്ററിൻ്റെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വുഡ് യു മൈൻഡ്, ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആൻസർ വരിക. ഫസ്റ്റ് വൺ എന്താണ്? യു ലുക്ക് സോ വറീഡ്, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് അപ്പ്. ഓക്കെ, അതെ. പിന്നെയോ ആർ&യു. ഇവിടെ സെക്കൻഡ് വൺ വരുന്നത് സോ യു ആർ ഗോയിങ് ടു സീ ഹിം ഓഫ്. എന്താണ്? യു ആർ ഗോയിങ് അല്ലേ, പോസിറ്റീവ് വന്നു, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആക്കി R&U. പിന്നെ ഇഫ് ക്ലോസ് നമ്മൾ പഠിച്ചു. ഇഫ് ഹി ഗെറ്റ്സ് വൂണ്ടഡ് ഐ കാൺട്ട് ബെയർ ഇറ്റ്. ദെൻ യു ഹാഡ് ബെറ്റർ സ്റ്റേ ബെറ്റർ. ഓക്കെ, പോസിറ്റീവ് എന്നാണോ അത്? സ്റ്റേ പോസിറ്റീവ് അല്ലേ? ഓക്കെ, കാരണം ഇവിടെ പോസിറ്റീവ് എന്നാണ് ആൻസർ. അപ്പോൾ പോസിറ്റീവ് തന്നെ കൊടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ? യെസ്,
അപ്പൊ നമ്മളിതാ ആ കോൺവെർസേഷൻ കംപ്ലീഷനും തൂക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്തത് നമ്മുടെ അർജുൻ സാറിന്റെ കുറേ പോർഷൻസ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകിച്ചും പറയുന്ന സാധനമാണ് റിവ്യൂ, നറേഷൻ, റൈറ്റപ്പ് എന്നൊക്കെ പറയുന്നത് ഒരേ കുടുംബത്തിലെ ആൾക്കാരാണ്. ഇവർ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു റിവ്യൂ ഓഫ് ശാകുന്തളം പഠിക്കണം, കാര്യം അത് ഡ്രാമയാണ്, ഒരു ആക്റ്റാണ്. അപ്പം അതിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സിനിമയൊക്കെ പോലെ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ശാകുന്തളം. അപ്പോൾ അതിൻ്റെ നമ്മൾ റിവ്യൂ പഠിപ്പിച്ചു. കൃത്യമായിട്ട് റിവ്യൂ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. കിട്ടുന്നത് 7 മാർക്കാണ്. തൂക്കി 7 മാർക്ക് നമ്മൾ ഒറ്റ അടിക്ക് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 7 മാർക്ക് കിട്ടും, ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ. പിന്നെ റൈറ്റപ്പാണ്. നമ്മൾ പറഞ്ഞു പാരഗ്രാഫ് പോലെ, റിവ്യൂ പോലെ തന്നെ, പാരഗ്രാഫ് പോലെ തന്നെ, നറേഷൻ പോലെ തന്നെ പ്രധാനമുള്ള ഒരു സാധനമാണ് റൈറ്റപ്പ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വോർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ പഠിച്ചത് എന്താണോ, ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ റൈറ്റപ്പ് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടുക. നമ്മൾ പറയുന്നതാണ്, അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. റൈറ്റപ്പും അതുപോലെ നമ്മൾ ആഡ് ചെയ്തു കിട്ടി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമെയിൽ തന്നിട്ടുണ്ട്. ഇമെയിൽ നമ്മൾ ക്വസ്റ്റ്യൻ അതല്ല വന്നിരുന്നാൽ കൂടി നമ്മൾ കൃത്യമായിട്ട് എൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ പകുതിയുടെ മുകളിൽ മാർക്ക് എന്തായാലും കിട്ടും. ഈ ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് പോലെ എത്ര അടിപൊളിയായിട്ട് എഴുതുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. ഈ ഒരു സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടെന്ന് കരുതുകയാണ് സാറ്. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. പിന്നെ ഫോർമാറ്റ് പ്രാധാന്യമുള്ളൊരു സാധനമാണ് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അതും 2 ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 6 മാർക്കിൻ്റെതാണ്. ശ്രീകാന്ത് ബൊല്ലയുടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസ് എടുക്കുമ്പോൾ ബൊല്ലയുടെ തന്നെയാണ് വെച്ചിട്ടായിരുന്നത്. പക്ഷേ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വേറൊരു സ്റ്റൈലിലാണ്. നമുക്ക് നോട്ട് വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് രണ്ടും ബൊല്ലയുടെ ചാപ്റ്ററാണ്. പക്ഷേ തന്നിരിക്കുന്ന ചോദ്യം കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ അവിടെയും നമ്മൾ ഫോർമാറ്റ് രക്ഷിക്കും. ഫോർമാറ്റ് കൃത്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കിട്ടാൻ പോകുന്ന 6 മാർക്കിന് ഒരു 4 മാർക്ക് ഉറപ്പായിട്ടും ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. ബാക്കി 2 മാർക്ക് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ സ്കില്ലാണ്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. ഇത്രയും മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റണ 2 മാർക്ക് ഉറപ്പായിട്ടും ടീച്ചർ തരികയും ചെയ്യും. യെസ്, നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് ആണ്. ഓണത്തിന്റെ ടൈമിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ഈ ഒരു ലൈവിന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ പറയില്ലേ, പിക്കപ്പ് ലൈൻ ഒക്കെ പോലെ പറയില്ല, എങ്ങനെയപ്പം പറയാം, കളരിയിലുണ്ട് പരിച, അസ്ഥിയിലുണ്ട് മജ്ജ, എക്സാമിനറിനെ മുത്ത് ഹരിജ, നൈസായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൂടെ ഓരോ സാധനങ്ങൾ. അങ്ങനെയുള്ള കുറച്ച് പിക്കപ്പ് ലൈനുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതാണ് ഇവിടെ ഗോ ഗ്രീൻ വെൻ യു റോം. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എക്കോ ടൂറിസം പ്രോജക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ജിംഗിൾ, അതായത് നല്ല ഈണത്തിലും അതുപോലെ രസമായിട്ട് നമുക്ക് പറയാം. അപ്പം ഇവിടെ നോക്കൂ, വെൻ യു ഗോ ഗ്രീൻ, നിങ്ങൾ ഗോ ഗ്രീൻ വെൻ യു റോം, നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുത്. ഫ്രണ്ട്ലി ആയിട്ട് പോകാന്നുള്ളൊരു സാധനമാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അതേ മീനിങ് ഉള്ള എന്ത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇതേ രീതിയിൽ കേട്ടോ. അല്ലാണ്ട് പോസ്റ്റർ എഴുതുന്ന അല്ലെങ്കിൽ പ്ലക്കാർഡ് എഴുതുന്ന ഒറ്റ സെന്റൻസിൽ അങ്ങനെ എഴുതി അവസാനിപ്പിക്കരുത്. ഇങ്ങനത്തെ ഒരു രീതിയിൽ ഒരു റിതമിക് ആയിട്ട് ഹോം റോം ഹോം വന്നു. പിന്നെ എക്കോ ടൂറിസം ക്ലീൻ ആൻഡ് കൈൻഡ്, ബെറ്റർ വേൾഡ് ഫോർ മാൻ കൈൻഡ്, കൈൻഡ് ഹോം റോം എന്നൊക്കെ പറയുമ്പോൾ ആ ഈണം വരുന്നില്ല, അവിടെയാണ് അഡ്വർടൈസ്മെന്റ് ജിംഗിൾ കിട്ടുന്നത്. പിന്നെ വരുന്നത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇവന്റ് ഇൻവിറ്റേഷൻ ആണ്. ഇതും നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോൾ ലെറ്റർ പോലെ തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നോട്ടീസ് പോലെ തന്നെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നുള്ളത് നോക്കുക. ഇവിടെ എന്താണ് ലിറ്ററേച്ചറിന്റെ ഒരു ഡിസ്കഷൻ ആണ്. അപ്പോൾ വലുതാക്കിയിട്ട് ആ ഒരു പ്രോഗ്രാമിന്റെ പേര് എഴുതുന്നു. ഓൾ ആർ വെൽക്കം എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലിറ്റററി ക്ലബ് ആണെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ലിറ്റററി ക്ലബ്ബാണിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരാണ് വെൽക്കം ചെയ്യുന്നത് എന്നുള്ള രീതിയിലും. പിന്നെ ചീഫ് ഗസ്റ്റോ എന്തെങ്കിലും യെസ് മിസ് അനിത നായർ. ഓക്കെ, അപ്പോൾ അത് അങ്ങനത്തെ ഡീറ്റെയിൽസ്, ഡേറ്റ്, ടൈം, വെന്യൂ, ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അത് കൊടുത്ത് നിങ്ങൾ ഓൾ ആർ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ നോട്ടീസ് പോലെ തന്നെ നമ്മൾ ആ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് അറിയിക്കുന്നു. പ്ലസ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ ആണ് ഏറ്റവും മേലെയായിട്ട് എഴുതേണ്ടത്. നിങ്ങൾ യു ആർ കോഡിയലി വെൽക്കം, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് ബോക്സ് ഒക്കെ വരച്ചിട്ട് എഴുതുക. അതാണ് ഫോമാറ്റ് എന്ന് വന്നത് കേട്ടോ. ഇതിൻ്റെ ഫോമാറ്റ് എന്ന് വന്ന് ഇതാണ്, ബോക്സ് വരയ്ക്കണം. പിന്നെ എന്താണ് ആ പ്രോഗ്രാമിൻ്റെ പേര് എഴുതണം. പിന്നെ ഡേറ്റ്, ടൈം, വെന്യൂ മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും ഇതിലുണ്ടാവണം. പിന്നെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമ്മൾ ലൈവിൽ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, 4 മാർക്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. കാരണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടായിരുന്നോ, എങ്ങനെയായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് പറയാം. യെസ്, അടുത്തത്
കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ്. യെസ്. ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്കറിയാം, സാധാരണ നമുക്ക് ടേബിളൊക്കെ തന്നിട്ട് ഗ്രാഫൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷെ നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇവിടെ കുറച്ച് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണോ എന്ന് അറിയില്ല നമുക്ക്. അങ്ങനത്തെ രീതിയിലാണ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 4 മാർക്ക് കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 23rd മുതൽ 26th വരെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയോ എന്നുള്ള കാര്യം കൂടെ കോമന്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. ആ കിട്ടിയിട്ടുള്ളവർക്ക് ഒന്നൊരു അടിപൊളി. ഓക്കെ, കിട്ടാത്തവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ മിസ്സും കുറച്ചു നേരം നോക്കിയിട്ട് ഇങ്ങനെ അർജുൻ സാറിനോട് ചോദിക്കുക, നോട്ട് ട്രൂ അല്ലേ ഇത് ശരിയാണോ, ഇത് തെറ്റാണോ എന്ന് ചോദിക്കായിരുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ അത് വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം കേട്ടോ. ആൻസർ ഒക്കെ നമ്മളോട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ എഴുതിയെന്ന് നോക്കാം. ഫസ്റ്റത്തൊക്കെ കുഴപ്പമില്ല. ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Which country's batter has the lowest batting average? നോക്കുമ്പോൾ ഏറ്റവും കുറവുള്ളത് ഇയാൾക്കാണ് അല്ലേ, ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. അത് നമ്മൾ ആഡ് ചെയ്തു. അതൊക്കെ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. യെസ്. പിന്നെ അടുത്ത ലോറയാണ് ഏറ്റവും ലീഡിംഗ് റൺ സ്കോറർ വരുന്നത്. ദെൻ എന്താണ് ഹൗ മെനി മാച്ചസ് സ്മൃതി മന്ദാന അവരുടെ ടീംമേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 2 മാച്ചസ് ആണ് കൂടുതലായിട്ട് കളിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ നോട്ട് ട്രൂ എന്നുള്ള ആ ഒരു വേൾഡിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പൊ നോക്കുമ്പോൾ എന്താണ് സാർ പറഞ്ഞത്, സാറിന് കുറച്ചുകൂടെ നന്നായിട്ട് പറയാം. അങ്ങനെയല്ല, ഇത് തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ദ പ്ലെയർ വിത്ത് ഹയസ്റ്റ് ആവറേജ് ഓൾസോ സ്കോർഡ് മോസ്റ്റ് നമ്പർ ഓഫ് റൺസ്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടാണ് വരേണ്ടത്. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ഇവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ പക്ഷെ ഈ ശരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു കുറച്ച് ഡിഫിക്കൽട്ട്. അപ്പൊ ഇവിടെ തെറ്റ് തന്നെ ഇട്ടോ, നോട്ട് ട്രൂ അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോട്ട് ട്രൂ എന്നുള്ളത് നോട്ട് ട്രൂ എന്ന് മാത്രം കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് തെറ്റാണ് എന്നുള്ള കാര്യം മാത്രം, തെറ്റാണെന്നല്ല, നോട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം. അടുത്തതും അതും ഇതുപോലെ തന്നെ ബോത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് ഹാവ് ആൻ ആവറേജ് അബവ് 54. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വിച്ച് മീൻസ് അതാണ് ഇതിൽ ശരിയായ ഉത്തരം. നിങ്ങൾ അത് ആലോചിക്കേണ്ട, നോട്ട് ട്രൂ ആണെന്നുള്ളത് മാത്രം ഒന്ന് നോട്ട് ട്രൂ. ഓക്കെ. പിന്നെ ഓസ്ട്രേലിയ ഹാസ് 2 players in the top 5 averaging above 50. അതും കൺഫ്യൂസിംഗ് ആണ്. പോയിന്റിന്റെ ഒരു സാധനം വരുന്നുണ്ട്. എബവ് ആണോ, അത് ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ 50 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് അപ്പുറത്ത് എന്ത് വന്നാലും പ്രത്യേകിച്ച് 6 ആണ്. 5ന്റെ എബവ് വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് കൂടുതലായിട്ട് തന്നെ കൂട്ടണം. അപ്പം അത് എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിന്നെ നോക്കൂ, ലോറ വോൾവാർഡ് ആൻഡ് സ്മൃതി മന്ദാന ഹാവ് പ്ലേഡ് ദ സെയിം നമ്പർ ഓഫ് മാച്ചസ് വിത്ത് സെയിം ആവറേജ്. നോ, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നോക്കൂ, ഏതൊക്കെയാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാന്ന് നോക്കിയാൽ ഇതിന്റെ ഉത്തരം ശരിയായി കിട്ടും. 1ാമത്തെ തെറ്റല്ലേ, തെറ്റാണ്. 2 തെറ്റാണ്. 3 ശരിയാണ്. 4 തെറ്റാണ്. അപ്പം 1ാമത്തേടെ ഉത്തരം ഇതാണ്. കിട്ടി. ഓക്കെ, അപ്പൊ കുറച്ച് പണിയുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഇട്ടിട്ട് ഇതിന് പുറകെ ഇരിക്കാണ്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സമാധാനത്തിൽ വേണമെങ്കിൽ നോക്കാം. തെറ്റിപ്പോയാലും പേടിക്കേണ്ട. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം എന്ത് ചെയ്യുക, അത് അടുത്ത പരീക്ഷയ്ക്ക് റെഡിയാക്കാന്നുള്ള ഒറ്റ കാര്യത്തിൽ ഇരുന്നാൽ മതി. യെസ്. ഇനി നമ്മുടെ ഫ്രേസൽ വെർബ്സ് ആണ് അല്ലേ. യെസ്, അത് വായിക്കുമ്പോൾ തന്നെ സിമ്പിൾ ആയിട്ടുള്ളതായിരുന്നു. ഓക്കെ, സാറ് പഠിപ്പിച്ചതിൽ ഇതിൽ വന്നിട്ടുള്ളത് സെറ്റപ്പ് ആയിരുന്നു. പിന്നെ കമ്മക്രോസും വന്നിട്ടുണ്ട്. കമ്മക്രോസ് പക്ഷേ ഇതിൽ ആൻസർ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ സെറ്റപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓക്കെ, അപ്പൊ എന്താണ് ഒരു ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചത് തന്നെ വന്നില്ല എന്ന് പറയുമ്പോൾ ഫ്രേസൽ വെർബിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് കുറെ ചറപറ ഫ്രേസൽ വെർബ്സ് പഠിക്കാനുണ്ടാവും. അപ്പോൾ കറക്റ്റ് ആ ലിസ്റ്റ് എന്നല്ല, നിങ്ങൾക്ക് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾക്ക് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടാവും. പക്ഷെ അത് തന്നെയായിരിക്കില്ല ചിലപ്പോൾ എക്സാമിന് വരിക. നമ്മൾ മാക്സിമം എല്ലാ ഫ്രേസൽ വെർബും പരിചയപ്പെട്ട് വെക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. മീനിങ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത് എത്ര മാർക്ക് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്നുള്ള കാര്യം കോമന്റ് ബോക്സിൽ ഒന്ന് പറയാ. ഇനി മാർക്ക് കുറവാണെങ്കിലും നെക്സ്റ്റ് ടൈം നമ്മൾ പിടിക്കാം കേട്ടോ. യെസ്, ഫ്രേസൽ വെർബ്, കൊളോക്കേഷൻസ്, കോഹസീവ് ഡിവൈസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ അതിന് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് ശ്രീകാന്ത് turn to give up all the opportunities in America. അവിടെ എല്ലാം ഒഴിവാക്കി വന്നു. His aim was reach out, എത്തിപ്പെടുക to differentially able providing them employment opportunities. For that purpose he set up, പ്ലാൻ ചെയ്ത് ആരംഭിച്ചു. അങ്ങനെയാണ് മീനിങ്. Boland Industries, more than 150 differentially abled are now employed in firm, providing them a better way to deal with their life. Okay. യെസ്, അപ്പൊ ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് 4 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമുക്ക് ഇതുപോലെ തന്നെ എന്തുവായിരുന്നു, യെസ്, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, ദ വുമൺ ബണ്ടിൽഡ് ഇൻ ദ കോർണർ ഓഫ്, എനിക്ക് തോന്നുന്നു ഇതില് സാർ ഏതർ ഓരോ എടുത്തിട്ടുണ്ട് അല്ലെ. ബാക്കിയുള്ളത് പക്ഷേ ഈസിയാണ്. ഇതിൽ പിന്നെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും അണ്ടർസ്റ്റാൻഡ്സിന്റെ, അതായത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസിയാണ്. എന്താണ്, ദ വുമൺ ബണ്ടിൽഡ് ഇൻ ദ കോർണർ ഈസ് ട്വിസ്റ്റിംഗ് ആൻഡ് റിഗ്ലിംഗ് ബിക്കോസ്, കാരണമാണ് അല്ലെ, ഒരു കാര്യം കൊടുത്തു അതിന്റെ കാരണം. അപ്പൊ അൺടിൽ അല്ല വേണ്ടത്, ബിക്കോസ് ആണ്.
സെക്കൻഡ് വൺ ഈതർ ആണ്. ഈതർ എന്ന് പറഞ്ഞാൽ ഒരു ചോയ്സ് കൊടുത്തേക്കാണ് അല്ലേ, ഈതർ ഓർ, ഒന്നില്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈതർ, ഇവിടെ ഓർ വരും. ഈതറിന്റെ കൂട്ടുകാരനാണ് ഓർ. നെക്സ്റ്റ് വൺ എന്താണ് വന്നിട്ടുള്ളത്, അണ്ടർസ്റ്റാൻഡ്സ്. ഇത് എന്തുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡ്സ് വന്നത്, ഇവിടെ നോക്ക് നിങ്ങൾ നോറ വന്നിട്ടുള്ളത് അല്ലേ, ഈതർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെർബിന്റെ തൊട്ടടുത്തുള്ള ആളെ നോക്കണം. വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് ഹെർ ഹസ്ബൻഡ് ആണ്, അയാൾ ഒന്നേ ഉള്ളൂ, ഹെർ ഹസ്ബൻഡ് ഒന്നേ ഉള്ളൂ, സിംഗുലർ ആണ്. അതുകൊണ്ട് അതിന് ചേരുന്ന വെർബിന് നമ്മളിവിടെ കൊടുത്തു അണ്ടർസ്റ്റാൻഡ്സ് എന്നുള്ളത് വന്നു. അപ്പോൾ ഇതാണ് ആൻസർ വരിക. ഇതും നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, യെസ്. പാരഗ്രാഫ് നമുക്ക് ഒറ്റ പാരഗ്രാഫേ എഴുതാൻ ഉണ്ടാവുള്ളൂ. നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട്. പാരഗ്രാഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒറ്റ പാരഗ്രാഫ് എഴുതുക. ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കമ്പയറിംഗ് ആണ്. എന്താണോ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് അത് മാത്രം എഴുതിയാൽ മതി. ഒറ്റ പാരഗ്രാഫ് അത് എഴുതിയാൽ മതി. സൈഡ് ഹെഡിങ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് എന്താണോ മനസ്സിലായത് അത് മാത്രം. ഓക്കെ, അത്ര മാത്രമേ ആഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇത് കൺഫ്യൂസിംഗ് ആയിരുന്നോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താണ്, ഇനി നമ്മുടെ ഫൈനൽ മാരത്തോൺ, ഫൈനൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ കമ്പാരിസണും കൂടെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ടാവും. ഓക്കെ, യെസ്. ഇനി അടുത്തത് വീണ്ടും ഒരു പാസേജ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ എന്താണ് ചോദ്യം, സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് തന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് ദ 3 മെയിൻ ബ്രാഞ്ചസ് ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. ഭാഗമല്ലാത്തതാണ് ചോദിച്ചത്. ആർമി ഭാഗമാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, നേവി തന്നിട്ടുണ്ട്, പിന്നെ തന്നത് കോസ്റ്റ് ഗാർഡാണ്, ആ പേരേ ഇവിടെ ഇല്ല. പിന്നെ ഉള്ളത് എയർഫോഴ്സ് ആണ്, അപ്പം അതും തന്നിട്ടുണ്ട്. ഇതിൽ ചേരാത്തത് ഒരെണ്ണമേ ഉള്ളൂ, കോസ്റ്റ് ഗാർഡ്. അത് ആഡ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വൺ ആണ് വീണ്ടും നമ്മൾ നോട്ട് ട്രൂ എന്നുള്ള സാധനത്തിലേക്ക് കടക്കാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ട്രൂ ആണെന്ന് തോന്നുന്നു അല്ലേ. ട്രൂ ആണ്. ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രൊവൈഡ് റിസോഴ്സ് ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ ആംഡ് ഫോഴ്സസ്. ഇവിടെ അത് തന്നിട്ടുണ്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോവുക. ഇത് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ തന്നിട്ടുള്ളത്, പക്ഷേ മീനിങ് കറക്റ്റ് ആണ്. പോളിസി ആദ്യം വന്നു, ഇവിടെ റിസോഴ്സ് ആദ്യം വന്നു, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് പക്ഷേ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. വിമൻ ആർ നോട്ട് അലൗഡ് ടു സെർവ് ലീഡർഷിപ്പ് റോൾസ് ഇൻ ആംഡ് ഫോഴ്സസ് അല്ല, ഇവിടെ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു, വിമൻ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നോട്ട് അലൗഡ് എന്നാണ് പറഞ്ഞത്, അപ്പം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ മോഡേണൈസേഷൻ ഓഫ് ഫോഴ്സസ് ഫോക്കസ് ഓൺ കൗണ്ടറിങ് ന്യൂ ത്രെറ്റ്സ് ലൈക്ക് സൈബർ വാർഫെയർ, അതും നമുക്കിവിടെ തന്നിട്ടുണ്ട്, സൈബർ വാർഫെയർ. അപ്പം ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത്, ദ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ഹാവ് നെവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി വാർ. അല്ല, അത് തെറ്റായിട്ടുള്ള, എനി വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാറിൽ പോലും പങ്കെടുത്തിട്ടില്ലെന്നാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളവിടെ ആവശ്യപ്പെട്ടത് എന്താണ്, നോട്ട് ട്രൂ. നോട്ട് ട്രൂ, തെറ്റായത് കണ്ടെത്താനാണ്. അപ്പോൾ ഏതാ 2 തെറ്റായത്, ഇത് 2 നിങ്ങൾ ഇങ്ങനെ അവിടെ സൈൻ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ആകെ തെറ്റിദ്ധരിക്കപ്പെടരുത്, ഇതാണ് ആൻസർ എന്ന് തെറ്റിദ്ധരിക്കരുത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ മാറ്റോ, എടി തെറ്റുള്ളത് മാത്രം നോക്കുക. ഈ ഒരു ഓപ്ഷൻസിൽ ഏതാണ് എന്നുള്ളത് നോക്കാം കേട്ടോ. യെസ്. പിന്നെ എന്താണ്, വാട്ട് ഷോക്കേസസ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ടു ഗ്ലോബൽ പീസ്. എന്താണ് ഈ ഒരു ആൻസർ, UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ഇവിടെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട്, സെന്റൻസിൽ തന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്താൽ മതി. യെസ്. അപ്പോൾ ഇനി എന്താണ് നമുക്കുള്ളത്, സീഡ്ലിംഗ് അല്ലെ, സീഡ്ലിംഗിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിന് ആൻസർ വേഗം നോക്കി പോവാം കേട്ടോ. ഫസ്റ്റ് എവിടെയാണ് സീഡ്ലിംഗ് കിടക്കുന്നത്, ഡാർക്സം ബേർഡ് ആണ് ആൻസർ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. പിന്നെ എന്താണ്, ഏതാണ് ഇതിൽ സീഡ്ലിംഗിന്റെ ഡിറ്റർമിനേഷൻ ഗ്രോത്തും കാണിക്കുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, നമ്മൾ ഇവിടേക്കാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത് നോക്കി. ഫസ്റ്റ് വൺ, ഇറ്റ് റിവോൾവ്സ് ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് വർക്ക് ഹാർഡ്. അതുപോലെ തന്നെ എന്താണ്, യെസ്, ദിസ് വൺ, ഇറ്റ് പുഷസ് ലീഫ്ലെറ്റ് ഇൻ ടു ദ ലൈറ്റ്. അപ്പോൾ ഇത് രണ്ടും വരുന്നുണ്ട്. സി ആണ് ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദെൻ പോയറ്റിക് ഡിവൈസസ് കണ്ടുപിടിക്കാൻ ഈസി ക്വസ്റ്റൻ ആണ്. എന്താണ്, നമ്മുടെ സീഡ്ലിംഗ് എന്താണ് എക്സാമിൻ ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന കാര്യം, ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന കാര്യമാണ്. ചെയ്യുന്നത് എന്താണോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പേഴ്സണിഫിക്കേഷൻ ആണ്, എ ആണ് ആൻസർ. ദെൻ വരുന്നത് എന്താണ്, നമ്മുടെ സീഡ്ലിംഗിന്റെ നേച്ചർ അല്ലേ, ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്, ഞാൻ അത്ര ശക്തനൊന്നല്ല എന്ന് പറയുമ്പോൾ എന്ത് നേച്ചറാണ് അവരെ കാണിക്കുന്നത്, എന്താണ്, സി ആണ് ആൻസർ. ക്വൈറ്റ് മോഡസ്റ്റ്, ഒരു എളിമയൊക്കെ ഉള്ള ഹംബിൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ എഡിറ്റിംഗ്. ഓക്കെ, എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. മിസ്സിന് ഇത് ലൈവിന് എടുക്കാൻ പറ്റിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ പറയാണ്. സ്റ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. നോക്കിക്കേ, ഫസ്റ്റ് തെറ്റ് എന്താ വന്നിട്ടുള്ളത്, ദ നെക്സ്റ്റ് ഡേ ഓൾ കൈൻഡ്സ് ഓഫ് റൂമേഴ്സ് സ്പ്രെഡ്സ് ഓവർ ദ സ്മോൾ ടൗൺ. സ്പ്രെഡ്സ് എന്ന് പറയില്ല, കാരണം എന്താണ്, ഇവിടെ റൂമേഴ്സ് പ്ലൂറലാണ് വന്നിട്ടുള്ളത്. പ്ലൂറലിന് എപ്പോഴും എന്താണ്, വെർബ് മാത്രം മതി, എസിൻ്റെ ആവശ്യമൊന്നുമില്ല, അപ്പോൾ സ്പ്രെഡ് എന്ന് മാത്രം മതി. പിന്നെ എന്താണ്, അണേബിൾ ടു ബെയർ, ഇവിടെ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് വന്നിട്ടുള്ളത്. ബെയർ, ഈ ബെയർ അല്ല നമുക്ക് വേണ്ടത് വേറെ ബെയർ ആണ്. ഓക്കെ, പിന്നെ സഹിക്കുക എന്നുള്ളതാണ് അല്ലേ.
പിന്നെ എന്താണ് ഷീ സെഡ് ഷീ വുഡ് റിട്ടേൺ. വുഡിന്റെ കൂടെ V1 ആണ് വരേണ്ടത്. ഓക്കെ, ഷീ വുഡ് റിട്ടേൺഡ് എന്ന് വേണ്ട, ഷീ വുഡ് റിട്ടേൺ എന്ന് മാത്രം മതി. ഹി ഗേവ് അപ്പ് ഹിസ്, അല്ലെ, അവൻ അവരുടെ മാഡ്നസ് ഉപേക്ഷിച്ചു എന്നല്ല, അവൻ അവൻ്റെ മാഡ്നസ് ഉപേക്ഷിച്ചു. അപ്പോൾ എന്താണ് ഹിസ് മാഡ്നസ് എന്ന് വന്നു, പ്രനൗൺ ആണ് അവിടെ തെറ്റിയിട്ടുള്ളത്. ഹിസ് മദർ ടു ഫോളോയിങ്, അവിടെ എന്താണ് ടു ഫോളോഡ്, കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നിങ്ങൾക്ക് എഡിറ്റിംഗ് പൊതുവേ സിമ്പിളാണ്, മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇവിടെതാ സാനിറ്ററി, അതാ സ്പെല്ലിംഗ് എറർ. ഓക്കെ, സാനിറ്ററിൻ്റെ സ്പെല്ലിംഗ് ഇതാണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. യെസ്, ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് കോൺകോഡ് നിങ്ങൾക്ക് തെറ്റും. എന്താണ് കോൺകോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റും വെർബ് എഗ്രിമെൻറ്റ് നമുക്ക് എടുത്തു തരും കേട്ടോ നിങ്ങൾക്ക്. പിന്നെ സ്പെല്ലിംഗ് എററാണ്, കൂടുതലും സ്പെല്ലിംഗ് എററാണ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് പ്രൊനൗൺ തെറ്റിയിട്ടുണ്ട്. ഓക്കെ, പ്രൊനൗൺ തെറ്റിയിട്ടുണ്ട്. പിന്നെ ടെൻസ്. ഇത്രയും തെറ്റുകളാണ് നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് വരുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള ലൈവുകളിലും ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് എഡിറ്റിങ്ങും സിമ്പിളായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റുന്നുണ്ടാവും. നമ്മളത് എടുത്തു തരുന്നുണ്ടാവും, ക്ലിയർ ആക്കുന്നുണ്ടാവും. അപ്പോൾ എഡിറ്റിംഗ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നോ അല്ലെങ്കിൽ ഈസി ആയിരുന്നോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അടുത്തത് യെസ്, ഇത് നമ്മൾ ശരിക്കും നമ്മൾ പറയാറുണ്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇത്രയും പക്ഷെ ഡയറക്റ്റ് ആയിട്ട് വരുന്നു വിചാരിച്ചില്ലേ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ, യെസ്. അപ്പൊ നോക്കിയേ, ഫസ്റ്റത്തെ എന്താണ്, നമ്മുടെ എക്സാമിൻ പീപ്പിൾ വിത്ത് ഹാർട്ട് പ്രോബ്ലംസ് ആരാണ്, കാർഡിയോളജിസ്റ്റ്. അടുത്തത് കാർഡിയാക് അറസ്റ്റ്. യെസ്. പിന്നെ എന്താണ് സ്കിൻ അലർജി ആയിട്ട് സ്കിൻ, അപ്പൊ ഡെർമറ്റോളജിസ്റ്റ് ആണ്. ത്വക്ക് രോഗ വിദഗ്ധൻ. യെസ്. അടുത്തതോ വിഷൻ, ഒഫ്താൽമോളജിസ്റ്റ്. അടുത്തത് ടീത്ത് അല്ലെ, ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 അതേതാണ്. ഓക്കെ, പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നമ്മുടെ 20th ക്വസ്റ്റ്യനാ, 20 ക്വസ്റ്റ്യന് 2 കണ്ടുപിടിക്കാൻ, 3 കണ്ടുപിടിക്കാനുണ്ട്. യെസ്, ഇത് മാത്രം കേട്ടോ. യെസ്, അപ്പോൾ WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതും നമ്മൾ ഫ്രെയിം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ എന്നുള്ള കാര്യം ഒന്ന് പറയാം കേട്ടോ മക്കളെ. അപ്പോൾ വൈ ഡിഡ് ഹോ ചി കോം സ്റ്റോപ്പ് ദ സ്ട്രേഞ്ചേഴ്സ്? എങ്ങനെയാണ് ഹോ ചി കോം, എന്തിനാണ് അല്ലേ, എന്തുകൊണ്ടാണ് ഹോ ചി കോം സ്ട്രേഞ്ചേഴ്സിനെ സ്റ്റോപ്പ് ചെയ്തത്? അപ്പോൾ ഇവിടെ ഒന്ന് വെച്ചിട്ടേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ എന്തൊക്കെ എഴുതി എന്നുള്ള കാര്യം കൂടെ വേണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം, കിട്ടിയോ എന്നുള്ള കാര്യം കേട്ടോ. പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണ്, ഡു ഡിഡ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ ആറ് വെച്ചിട്ട് എഴുതും, വില്ല് വെച്ചിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ ഡിഡ് ദ ന്യൂസ് സ്പ്രെഡ് ത്രൂ ദ നെയ്ബർഹുഡിൽ ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആയോ എന്നുള്ള കാര്യമാണ്. ഓക്കെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പോൾ വൈ വെച്ചിട്ട് WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ, വൈ, വാട്ട്, വെൻ, ഹൂ, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ ഡു, ഡിഡ്, അതുപോലെ ആറ്, വില്ല് അതൊക്കെ വെച്ചിട്ട്, ക്യാൻ അതൊക്കെ വെച്ചിട്ട് എഴുതുന്നതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു എക്സാമിന് മാർക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം കുറേ മക്കൾ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഈസി ആയിരുന്നു, നമ്മൾ പഠിച്ചൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ പഠിക്കാത്ത ഏതൊക്കെയാണെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്, സാറും പറഞ്ഞിട്ടുണ്ട്. പഠിച്ചതിൽ ഒരു മെജോറിറ്റി അല്ലേ, നമ്മൾ പഠിച്ചത് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ലൈവ് കൃത്യമായിട്ട് 3 ലൈവ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിന് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ഇനിയും ഇത് നമുക്ക് ആവർത്തിക്കണം, മറ്റു സബ്ജക്ട്സ് നമുക്ക് വരുന്ന ഇനിയുള്ള എക്സാംസിനൊക്കെ നമുക്ക് ഇത് ആവർത്തിക്കണം. നമുക്ക് മാത്സും ഫിസിക്സും സോഷ്യലും എല്ലാം വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതുപോലെ റെഗുലർ ആയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ക്രാഷ് കോഴ്സിന്റെ കാര്യം മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ലൈവ് ഉണ്ട്, നമുക്ക് ഹിന്ദിയും ബയോളജിയും ആണെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ ഇന്ന് ഹിന്ദി നേരത്തെ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ലൈവ്. അപ്പോൾ വേഗം തന്നെ വന്ന് നമ്മുടെ ലൈവ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് സെറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സാമിന് SSLCക്ക് ഫുൾ A+ ഒക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് ഉഷാറായിട്ട് പോകാം നമുക്ക്. അപ്പോൾ ഇനിയും ഈ ഒരു കാര്യം ആവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വിട പറയാം. ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം.